ദൈവനാമത്തിന് മഹത്വം കരയറ്റാം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ ചില ആവശ്യങ്ങളുമൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം തകർന്നു പോയി. ഇനിയും പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞും അവിശ്വാസത്തിലുമൊക്കെ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു വചനം ജീവനായിട്ട് മാറും. ഈ ഒരു വചനം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇവിടെ ഒരു അനുഗ്രഹം ദൈവം നമുക്ക് തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എഫെസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വചനമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായിട്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയം, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം. അവിടെ അത്ഭുതങ്ങളെ നടത്തുവാൻ, നമ്മൾ സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതിലും ഉപരിയായിട്ട് കർത്താവ് അവിടെ അത്ഭുതങ്ങളെ നടത്തി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വചനം വിശ്വസിക്കുന്ന, ഈ വചനത്തെ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ. ആമീൻ.